ഹലോ, ഞങ്ങളിത് അങ്ങനെ നാട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. വളരെ കുറച്ച് ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങളിത് എൻ്റെ വീട്ടിലാണ് എത്തിയത്, കൊല്ലത്തോട്ട്. അപ്പോൾ ദേ അമ്മ ഏകദേശം 3 മാസം ഇല്ലാത്തതിൻ്റെ എല്ലാ അവസ്ഥയും വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ ചെടികളെല്ലാം ഉണങ്ങി വെറും കമ്പുകൾ മാത്രമായിട്ടാണ് അവിടെ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. വാഴയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഒടിഞ്ഞത് അവിടെ വീണു. വാഴയെല്ലാം മൊത്തം ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. റിച്ചൂട്ടിനെ കാണാൻ വേണ്ടി റിച്ചൂട്ടിൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ടായിരുന്നു, തത്ത. റിച്ചൂട്ടിനെ കണ്ടതേ റിച്ചൂട്ടനും അവരുമായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വിഷ്ണു ചേട്ടൻ്റെ കുറേ പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ മീനുകളും വളർത്തുന്ന കൊഞ്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇനി അതെല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ താമരക്കുളമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വലിയ വലിയ താമരയൊക്കെ പിടിച്ചതാണ് കേട്ടോ. അതെല്ലാം ഉണങ്ങി. അപ്പോൾ അത് പുതിയത് വന്ന് നിൽക്കുന്നതൊക്കെ വെള്ളം മാറ്റിയൊക്കെ ഒന്ന് തൽക്കാലം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിതേ അവിടെ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. പുറത്തെ അവസ്ഥ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ വിചാരിച്ചു പുറത്ത് അതൊക്കെ ആ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ജീവനൊക്കെ കൊടുത്തിട്ട് അകത്തെ പരിപാടി ബാക്കി ചെയ്യാമെന്ന് കരുതി. അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും കരിയില വീണ് കിടന്ന് ഒരുപാട് എന്തായാലും ആൾ സ്ഥിരം നിൽക്കുന്ന കണക്ക് വരില്ലല്ലോ. വാഴയൊക്കെ ഒഴിഞ്ഞിടുന്ന അടിപൊളി ഒരു കൊലയുണ്ടായിരുന്നു കേട്ടോ. ഈ കൊല എനിക്ക് പഴുപ്പിച്ച് നാട്ടിൽ അവിടെ തിരിച്ച് വരുമ്പോൾ കൊണ്ടുവരണമെന്നാണ് വിചാരിക്കണത്. പഴുക്കുമായിരിക്കും, വിളഞ്ഞിട്ടുണ്ടെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ വാഴത്തോട്ടത്തിൻ്റെ ഒരുപാട് കഥ പറയാനുണ്ട്. എൻ്റെ അനിയത്തി വന്നിവിടെ തൂത്ത് വൃത്തിയാക്കിയിട്ട് കരിയിലേക്ക് തീയിട്ടതാണ്. അവിടുത്തെ അടുത്ത് നിന്ന് തേക്ക് സഹിതം അവൾ കത്തിച്ചു. പിന്നെ ഏകദേശം വെള്ളം കോരിയൊക്കെ ഒഴിച്ച് അണച്ചെടുത്തതാണ് കേട്ടോ. ഇത് മൊത്തം പോയി കിടക്കുക. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.